ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 12-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അധ്യായത്തിൽ മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതുകൊണ്ട് അഹരോനും മിര്യമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. അത് ദൈവം കേട്ടു, മോശയും കേട്ട് കാണും. പക്ഷേ മോശ പ്രതികരിച്ചില്ല. ഇവർ ഇതിനെതിരെ പ്രതികരിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ മിര്യമായിരുന്നു അന്നുവരെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഒരു വനിത. അവളുടെ സ്ഥാനം ഈ പുതിയ സ്ത്രീ എടുക്കുമോ എന്നൊരു ഭയം പക്ഷേ മിര്യമിനുണ്ടായിരുന്നിരിക്കാം. ഇതൊക്കെ ആയിരുന്നിരിക്കാം കാരണം. നമുക്ക് ഊഹിക്കാനേ നിവർത്തിയുള്ളൂ. എന്തായാലും മോശയ്ക്കെതിരെ അഹരോനും മിര്യമും പറഞ്ഞ കാര്യം ദൈവം കേട്ടു. സാധാരണ ആളുകൾ ദേവദാസന്മാരെക്കുറിച്ച്, നേതാക്കളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ ഒന്നും സംഭവിക്കാറില്ല. നമുക്കറിയാം, ദേവദാസന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ അവർക്ക് മനോവിഷമം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. അവർ പ്രാർത്ഥിക്കും, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. പക്ഷേ ഇവിടെ ദൈവം കാത്തിരുന്നില്ല. 4-ാം വാക്യത്തിൽ പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഇവരെ 3 പേരെയും സമാഗമന കൂടാരത്തിങ്കൽ വിളിച്ചപ്പോൾ ഇവർക്ക് 3 പേർക്കും എന്തിനാണ് ഇവരെ വിളിക്കുന്നത് എന്ന ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവർ അവരുടെ കൂടാരത്തിൽ പിറുപിറുത്ത കാര്യം ദൈവം കേട്ടിട്ട് ദൈവം ഇവരെ വിളിക്കുമെന്ന്. അവർ മൂവരും ചെന്നു. ഒരേ വീട്ടിൽ വളർന്നവരാണ് ഈ 3 മക്കൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പൻ മക്കളെ വിളിക്കുന്നത് പോലെ ദൈവം അവരെ വിളിച്ചു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്ന് അഹരോനോടും മിര്യാമിനോടും സംസാരിക്കുകയാണ്. അവരെ വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. അപ്പോൾ 3 പേരെ വിളിച്ചു. എന്നിട്ട് അതിൽ നിന്ന് 2 പേരെ പ്രത്യേകം വിളിക്കുകയാണ്. പിന്നെ അവൻ അരുളി ചെയ്തത് എൻ്റെ വചനങ്ങളെ കേൾപ്പിൻ. ഇവർ പറഞ്ഞത് ദൈവം മോശയിൽ കൂടെ മാത്രമല്ല ഞങ്ങളിൽ കൂടെയും സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളത്ര കുറഞ്ഞ ആളുകളൊന്നുമല്ല, മോശയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത, ഇതാണ് അവർ പറഞ്ഞത്. ദൈവം അവരിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് പോലും. ഇപ്പോൾ ദൈവം അവരിലൂടെയല്ല, അവരോട് സംസാരിക്കുകയാണ്. എന്നിട്ട് ദൈവം മോശയെക്കുറിച്ച് ചില കാര്യങ്ങൾ അവരോട് പറയുന്നു. ഇത് മോശയും കേൾക്കുന്നുണ്ടെന്ന് ഓർക്കണം. ഒരു പ്രവാചകനുണ്ടെങ്കിൽ അവനോട് ദർശനത്തിലോ സ്വപ്നത്തിലോ ഒക്കെയാണ് ദൈവം സംസാരിക്കുക. എന്നാൽ എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല. അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ഇത് പറയുന്നത് ദൈവമാണ്. ദൈവം ഇത് പറയുന്നത് മോശയ്ക്കെതിരെ സംസാരിച്ച അഹരോൻ്റെയും മിര്യാമിൻ്റെയും മുമ്പിൽ വെച്ച് അവരോടാണ്. മോശ വിശ്വസ്തനായിരുന്നു. മോശയ്ക്ക് സംസാരിക്കാൻ വലിയ കഴിവില്ല. അതുകൊണ്ടാണല്ലോ അഹരോനെ ദൈവം അവൻ്റെ മൗത്ത് പീസാക്കിയത്. മോശ വലിയൊരു പാട്ടുകാരനാണ്, എനിക്കറിഞ്ഞുകൂടാ. ഒരു വർഷിപ്പ് ലീഡറൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ മിര്യാം അങ്ങനെയല്ല. തപ്പൊക്കെ എടുത്ത് ഇസ്രായേൽ മക്കളെ കൊണ്ട് മുഴുവൻ പാട്ട് പാടിച്ച ആളാണ് മിര്യാം. ഒരു കവിയൊക്കെയാണ്. മോശയ്ക്ക് അങ്ങനെയുള്ള വലിയ കഴിവുകളൊന്നും ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ നിവർത്തിയില്ല. എന്നാൽ മോശയെക്കുറിച്ച് ദൈവം പറയുന്നത് അവൻ കഴിവുള്ളവനാണ്, അവന് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങളും വരങ്ങളും കൊടുത്തിട്ടുണ്ടെന്നല്ല. അവൻ വിശ്വസ്തനാണ്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ വചനം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അത് മോശയെ ഏൽപ്പിക്കുകയായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. അത് വിശ്വസ്തനായി ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ മോശ തയ്യാറായി. അതിലൊരു മാറ്റവും വരുത്തിയില്ല. അതാണ് മോശയുടെ വിശ്വസ്തത. മറ്റൊരു കാര്യം, പർവ്വതത്തിൽ സിനായി മലയുടെ മുകളിലേക്ക് ദൈവം മോശയെ വിളിച്ചു. നമ്മളവിടെ വായിക്കുന്നത് മോശയ്ക്ക് ദൈവം സമാഗമന കൂടാരം എങ്ങനെ വേണമെന്ന് കാണിച്ചു കൊടുത്തു. പർവ്വതത്തിൽ കണ്ട അതേ മാതൃകയിൽ മോശ
സമാഗമന കൂടാരം ഉണ്ടാക്കി. അപ്പോൾ ദൈവം കാണിച്ചു കൊടുത്ത കാര്യം അതുപോലെ ഭൂമിയിൽ ചെയ്തു. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കാരണം വളരെയധികം വിശദാംശങ്ങളുള്ള ഒരു കാര്യമായിരുന്നു സമാഗമന കൂടാരം. അത് മുഴുവൻ ഒരു തെറ്റും കൂടാതെ മോശ ചെയ്തു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അവൻ സകല ഗ്രഹത്തിലും, എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. എനിക്ക് അവനോട് സംസാരിക്കുവാൻ സ്വപ്നമോ ദർശനമോ ആവശ്യമില്ല. അവൻ എൻ്റെ രൂപം കാണും, ഞാൻ അവനോട് നേരിട്ട് സംസാരിക്കും. അത് പറഞ്ഞു കേട്ട് ദൈവം മിരിയാമിനോടും അഹരോനോടും പറയുകയാണ്, അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞതെന്ത്? അപ്പോൾ ദൈവം അഹരോനെക്കുറിച്ചും മിരിയാമിനെക്കുറിച്ചും ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു. അതെന്താണെന്നോ, എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ഒന്ന് ശങ്കിക്കണമായിരുന്നു, ഒന്ന് ആലോചിക്കണം, ഞാനിത് ചെയ്യണോ, ഇത് ദൈവത്തിൻ്റെ ദാസനല്ലേ എന്നവർ ചിന്തിക്കണമായിരുന്നു. അതിന് പകരം അവർ, ഞങ്ങളുടെ അനിയനല്ലേ, ഞങ്ങൾക്കറിയാത്തവനാണോ ഇവൻ എന്ന് പറഞ്ഞ് മോശയെ അവർ തുച്ഛീകരിച്ച് കളഞ്ഞു. ഇത് വലിയൊരു അപകടമാണ്. പല ദൈവദാസന്മാരെക്കുറിച്ചും ആളുകൾ പറയുന്നത്, അയാളെ ഞങ്ങൾക്കറിയാം, ഇയാൾ വലിയ നേതാവായതെന്നാ, ഞങ്ങളുടെ അയലക്കംകാരനല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്കറിയരുതോ, ഇവരുടെ കുടുംബത്തെ എനിക്കറിയരുതോ, ഇവനെന്നാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്കറിയരുതോ. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ എല്ലാ കുറവുകളുമുള്ള ആ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു. വിക്കനായ വീട്ടിലിളയവനായ മോശയെ ദൈവം തിരഞ്ഞെടുത്തു. അതിനെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം. ദൈവം തിരഞ്ഞെടുത്തവർക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ ശങ്കിക്കണം. മോശ ഒരു വാക്കുപോലും മോശയുടെ വിവാഹത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മോശ വിവാഹം കഴിച്ച സ്ത്രീയെക്കുറിച്ചോ അവരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും പറഞ്ഞില്ല. എന്നാൽ ദൈവം മോശയ്ക്ക് വേണ്ടി സംസാരിച്ചു. നമുക്കെതിരെ ആളുകൾ വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് പ്രവണത ഉണ്ടാവും. പക്ഷേ നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം ആ പ്രതികരണം ദൈവത്തിന് വിടുക എന്നുള്ളതാണ്. ദൈവം അതിൻ്റെ തക്ക സമയത്ത് പ്രതികരിക്കും. ദൈവത്തിൻ്റെ മക്കളെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്, അവരെ പ്രതിരോധിക്കുക എന്നത് ദൈവത്തിൻ്റെ കടമയാണെന്ന് മാത്രമല്ല, ദൈവം അത് ചെയ്തിരിക്കും. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് ചെയ്തിരിക്കണം എന്നില്ല. ഇവിടെ ഉടനെ തന്നെ ദൈവം ചെയ്തു, പക്ഷേ ദൈവം അത് ചെയ്തിരിക്കും. ദൈവം അവരുടെ നേരെ കോപിച്ച് അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. അത് കഴിഞ്ഞ് നാം കാണുന്നത് മിരിയാം കുഷ്ഠരോഗിണിയായി മാറി. ഇത് കണ്ട് അഹരോൻ മോശയോട്, എടാ മോശയെന്നല്ല വിളിക്കുന്നത്, അങ്ങനെ വിളിക്കാം, കാരണം അനിയനല്ലേ. ഇപ്പം എന്താ പറയുന്നത്? അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളുടെ മേൽ വയ്ക്കരുതേ. അഹരോന് മനസ്സിലായി ദൈവദാസനെതിരെ സംസാരിച്ചത് തെറ്റായിപ്പോയെന്ന്. പക്ഷേ ദുഃഖകരമായൊരു കാര്യം, ഇന്ന് അനേകർക്കും അത് മനസ്സിലായിട്ടില്ല. അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ദൈവദാസന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, മറ്റൊരുവൻ്റെ ദാസനെ വിധിക്കാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ ആ യജമാനനല്ലേ. ആ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. എല്ലാം തികഞ്ഞ മനുഷ്യരില്ല, അതുകൊണ്ട് എല്ലാം തികഞ്ഞ ദൈവദാസന്മാരുമില്ല എന്ന് വെച്ച് അവർക്കെതിരെ നാം സംസാരിക്കുന്നത് ദൈവം കേട്ടില്ല എന്ന് വയ്ക്കും എന്നൊരിക്കലും വിചാരിക്കരുത്. പല ആളുകളുടെയും ജീവിതത്തിലെ ശാപത്തിൻ്റെ കാരണം അവർ ദൈവദാസന്മാർക്കെതിരെ സംസാരിക്കാൻ ശങ്കിക്കാത്തത് കൊണ്ടാണ്. ഇനി മിരിയാം കുഷ്ഠരോഗിണിയായി വെളുത്തു എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, കൂശ്യ സ്ത്രീ കറുത്തവളാണ്. ഒരു പക്ഷേ അവളുടെ തൊലിയുടെ നിറമായിരുന്നിരിക്കാം ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. കറുത്ത തൊലി ഇഷ്ടമല്ലാത്ത മിരിയാം ഇപ്പോൾ നല്ലപോലെ അങ്ങ് വെളുത്തു, കുഷ്ഠരോഗിണിയായി. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്രായേൽ മക്കളുടെ യാത്ര താമസിച്ചത് എങ്ങനെയാണ് എന്നാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്. അവിശ്വാസം കൊണ്ട് വലിയ താമസം ഉണ്ടായതായിട്ട് നമ്മൾ ഇനി വായിക്കാൻ പോവുകയാണ്. എന്നാൽ മിരിയാമും അഹരോനും അവരാൽ ആകുന്ന നിലയിൽ യാത്ര താമസിപ്പിച്ചു. 7 ദിവസം ഇസ്രായേൽ മക്കൾ അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു.
നമ്മൾ വാക്കുകൊണ്ട് ചെയ്യുന്ന പാപം നമ്മൾ വിചാരിക്കുന്നതിലും ഗൗരവമുള്ളതാണ്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.